ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബിഗ് ബോസ് വീഡിയോ. അങ്ങനെ 7 ദിവസങ്ങൾ മാത്രമേ ഇനി ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് ആണത്. സൺഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നൂറയ്ക്കും ആ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായത് നൂറ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ, അതായത് ഫൈനൽ വീക്ക് വരെ എത്തിയിട്ടുള്ളൂ, ഫൈനൽ 5 അല്ല എന്നുള്ള കാര്യം. അത് ഹൗസിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ആ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ആ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ടോപ്പ് 5 നൂറ് എത്തിയിട്ടില്ല. നമ്മളെല്ലാവരും വിചാരിച്ചത് ടോപ്പ് 5 എത്തുന്നതാണ്. കാരണം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഷ്ടതയുള്ള ടാസ്കുകൾ ജയിച്ച് മുന്നേറി പോയിന്റ്സിൽ ഫസ്റ്റായി വന്നിരിക്കുന്ന ഒരാൾ ഡെഫിനറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. അല്ലാതെ ലാസ്റ്റ് വീക്ക് വരെ എത്തുന്ന ഒരു സംഭവമാണെങ്കിൽ അത് അവിടെ ഉണ്ടായിരുന്ന തമ്മിൽ ഭേദമായിട്ടുള്ള എല്ലാവരും ലാസ്റ്റ് വീക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 7 ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെ അല്ല. സത്യം പറഞ്ഞാൽ 100 അത് ഡിസേർവ് ചെയ്യുന്നതായിരുന്നു. ബിഗ് ബോസ് ഒരു 8ന്റെ പണി, ഒരു 7ന്റെ പണിയല്ല, 8ന്റെ പണി തന്നെ 100ക്ക് വെച്ചു എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ 100 ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ടോപ്പ് 5 തന്നെ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം 7 ആൾക്കാർ അവിടെ ഉണ്ട്. എന്തായാലും ഇവര് ആദ്യ 100 ഒരാൾ എന്തായാലും ഔട്ടാവും. അത് ആരാണെന്ന് എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെയൊക്കെ ഡിസപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ആദിലയുടെ അടുത്തും അനുമോളുടെ അടുത്തൊക്കെ 100 സൺഡേ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവസാനം പറയാം. അതുപോലെ തന്നെ ഇന്ന് ഹൗസിലോട്ടേക്ക് ഔട്ടായി പോയി കഴിഞ്ഞ പലരും തിരിച്ചു വന്നിട്ടുണ്ട്. ഫുൾ ആൾക്കാരല്ല, ഒരു 5-8 ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് മുനിഷി, RJ ബിൻസി, ശൈത്യ, നമ്മുടെ ആപ്പാനി, ശരത്ത്. ഔട്ടായിപ്പോയ രീതിയിൽ തന്നെയാണ് ശരത്തിന്റെ എൻട്രി ഒക്കെ തിരിച്ചടിച്ചു കൊടുത്തത്. പിന്നെ ആരെ സരികയോ അങ്ങനെ ആരൊക്കെയോ, ആരാണെന്ന് തന്നെ നമുക്ക് ഓർമ്മയില്ല. ആ ഹൗസിലേക്ക് അവരെ തിരിച്ച് കാണാൻ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല എസ് എ പ്രേക്ഷകൻ. പക്ഷെ ഇതിനെയൊക്കെ കുത്തിക്കയറ്റി വീണ്ടും ഒരു ബോറ് നടനമാട്ടുകയാണ് ഇനിയൊരു 7 ദിവസം. പക്ഷെ ഈ ശൈത്യയുടെ സംഭവം വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുൻഷീലയാണ്. അയ്യോ, ഇയാൾക്കൊക്കെ എന്ത് ഫ്രസ്ട്രേഷനാണ് മക്കളെ. ആദ്യത്തെ ആഴ്ച തന്നെ ഹൗസിൽ നിന്ന് ആൾക്കാർ വലിച്ചെറിഞ്ഞത് കൊണ്ടാ തോന്നുന്നു. വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പൊറാട്ട നാടകമൊക്കെയാണ്, ഷോ ഒക്കെയാണ് ഈ മനുഷ്യൻ വന്നിട്ട് അവിടെ ഇറക്കുന്നത്. അതായത് അനീഷിനെ വെറുതെ അനുമോളുടെ കാര്യം പറഞ്ഞ് വീണ്ടും 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 ചൊറി. അത് അവർ തമ്മിലുള്ള കാര്യം, അത് അവർ തമ്മിൽ ചെയ്തു, സംസാരിച്ചു, അതവിടെ അവസാനിപ്പിച്ചു. അവിടെ പോയിട്ട് വീണ്ടും വീണ്ടും ഒരു 4-5 മണിക്കൂർ അതേ കാര്യം തന്നെ പുറത്തിരുന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് തോന്നുന്നു. അതുപോലെ തന്നെ അനുമോളുടെ സാരിയൊക്കെ എടുത്ത് ഉടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്താണ്, വട്ടാണോ എന്നറിയില്ല. അമ്മാതിരി രീതിയിലൊക്കെയാണ് ഓരോ പ്രവൃത്തി കാണിക്കുന്നത്. ആ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശൈത്യ ഭയങ്കര കംപ്ലൈന്റ്. ശൈത്യയുടെ PR ആണ്. ശൈത്യയുടെ PR അനുമോളുടെ PR ഒന്നാണ്. അപ്പൊ ശൈത്യവും അനുമോളും കണക്കല്ലേ. എന്നിട്ട് അതേ PR ശൈത്യക്ക് പണി വെച്ചു, ശൈത്യനെ കട്ടപ്പയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോ അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അത് ആ PR-ന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം. നിങ്ങൾ രണ്ടാളും ഒരേ PR എടുത്തു, അയാൾ നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അതുപോലെ എന്തിനാണ് കട്ടപ്പ എന്ന് വിളിച്ചത്? പിന്നിൽ നിന്ന് കുത്തിയോ? ആ ഒരു സംഭവം തന്നെ ഇവിടെ കാണിച്ചു തന്നില്ലേ ശൈത്യ? പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടാണ് ഹൗസിലോട്ടേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള സംഭവം തന്നെ ശൈത്യ കാണിച്ചു തന്നു. അപ്പൊ അനുമോൾ കട്ടപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% അല്ല 200% കറക്റ്റ് തന്നെയാണ്. കാരണം വെറുതെ ആദ്യം തന്നെ അനുമോളിനൊരു പണി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അനീഷേട്ടന്റെ സംഭവം, അനീഷേട്ടനെ അനുമോൾ ഇതാക്കി. ഒരു ഭാഗത്തുനിന്ന് ഒരാളുടെ ഇഷ്ടപ്രകടനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ഇഷ്ടം അങ്ങനെ തുറന്ന് പറയൂ. അയ്യോ, വെറുതെ റോട്ടിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ വരെ ആൾക്കാരെ നോക്കിയിട്ട് ഇഷ്ടമാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് റിയാക്ഷനും കോപ്പൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിന്റെ അവിടെ മാനിപ്പുലേഷൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ലാസ്റ്റ് അനുമോളുടെ അടുത്ത് പോയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുറെ വിവരക്കേടൊക്കെ വിളിച്ച് തള്ളുന്നുണ്ട്. എന്തിനാണ് കട്ടപ്പ എന്ന് വിളിച്ചത്? അനുമോൾ പറഞ്ഞു ഇവള് പറഞ്ഞിരിക്കുന്ന രഹസ്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാറിപ്പോകുന്നു. അനുമോൾക്ക് വേണമെങ്കിൽ അത് പറയാലോ. അപ്പൊ പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ശൈത്യയുടെ കാര്യമൊക്കെ ആലോചിക്കുന്നു? ഔട്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെല്ലാം മറന്ന്, അയ്യോ നമ്മളെ കാര്യം ഇത് ആലോചിച്ചിട്ട് ആൾക്കാർ മുഴുവൻ നടക്കുന്നത്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഈ ഷോ കാണുന്ന 99% ആൾക്കാർക്ക് ഇതിന്റെ കാര്യം തന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അതൊക്കെ നമ്മളൊക്കെ അപ്പം തന്നെ വിടും. പിന്നെ അടുത്ത ഹൗസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം നോക്കുക എന്നല്ലാതെ ഈ ഔട്ടായി പോയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ആര് ചിന്തിക്കാനാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യയുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അനുമോളിനെ വിഷം കുത്തി വെക്കാൻ വേണ്ടി വന്ന ഒരു കൈൻഡ് ഓഫ്
ആറ്റിറ്റ്യൂഡായിട്ട് തന്നെയാണ് തോന്നിയത്. കട്ടപ്പ തന്നെ 100% കട്ടപ്പ തന്നെ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഈ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പറഞ്ഞു വിടുന്നതായിരുന്നു നല്ലത്. വെറുതെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഒരു ബോറാക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ഓരോ ഫ്രസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ RJ ഒക്കെ പറയുന്ന കേൾക്കണം. അയ്യോ ഞങ്ങൾക്കൊക്കെ പുറത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഹൗസും ഈ ഷോ അങ്ങനെയാണ്. ഓരോ ആൾക്കാർക്കെതിരെ ഓരോ ആൾക്കാർ പലതും പറയും. അതിലെന്തെങ്കിലും നേരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൊള്ളും. നേരില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അങ്ങ് നടക്കാം, പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്രത്തോളം കൺസേൺ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ആപ്പാനി ശരത്തിന്റെ അടുത്ത് തന്നെ പോകുന്നത് കാണുന്നില്ല. എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് ആരും അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ആവും ചെയ്യൂ. ഇനിയിപ്പോ 6 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പല പോയിന്റ്സും പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ